അനുവിനെ വീണ്ടും ചൊറിഞ്ഞില്ലാണ്ടാക്കുകയാണ് റെന ഫാത്തിമ. ബിഗ് ബോസ് എല്ലാവരെയും ഒരു ടാസ്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ ലിവിങ് ഏരിയയിൽ വിളിച്ച് വരുത്തിയിരുത്തുന്നു. അപ്പോൾ അനുമോളെ വെറുതെ നോക്കി ഓരോ മുഖത്തോരോ കോപ്രായങ്ങളും എക്സ്പ്രഷനൊക്കെ കാണിച്ച് അനുമോളെ ചുമ്മാ കിടന്ന് ചൊറിയുവാണ്. അനുമോൾ ആദ്യം ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ കുറേ നേരം ഇത് സഹിക്കാൻ പറ്റാതായപ്പോൾ അനുമോള് നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിക്കൂടെ, മറ്റുള്ളവരെ ചൊറിഞ്ഞ് മാത്രം നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും മോളെ എന്ന് പറഞ്ഞ് റെനേനെ വഴക്ക് പറയുന്നു. ആ കൂട്ടത്തിൽ നിന്നെപ്പോലുള്ള പെൺപിള്ളേരെ കണ്ടിട്ടില്ലെന്നോ അങ്ങനെ എന്തോ ഒരു വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ റെന പറയുന്നുണ്ട്, എന്തേപോലെയുള്ള പെൺപിള്ളേർക്ക് എന്താ കുഴപ്പം, എന്നെപ്പോലെയുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറേ എക്സ്പ്രഷനും കോപ്പറായി കാണിച്ച് വീണ്ടും ചൊറിയുന്നു. അത് മാത്രമല്ല അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടിക്കോട്ടെ, അനുമോൾക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്താൽ ഞാൻ പിന്നെ അങ്ങോട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്നത് എന്നും റെന ഫാത്തിമ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഈ ലാലേട്ടൻ വന്ന് അനുവിനെ വാൺ ചെയ്ത് പിന്നെ അനു അങ്ങനെ അധികം പ്രശ്നങ്ങളിലേക്ക് അങ്ങനെ ഇടപെടാൻ പോകാറില്ല. അതുകൊണ്ട് റെന ഫാത്തിമ എന്തൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ കാര്യങ്ങൾ തിരിച്ച് പറഞ്ഞതിന് ശേഷം അങ്ങ് മിണ്ടാതിരിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് റിപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. മൊത്തത്തിലൊന്ന് ഒതുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അനുമോൾ ഒതുങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടന്റും കുറഞ്ഞു. എന്തെങ്കിലും ടാസ്കുകൾ നടക്കുമ്പോൾ അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ വീട്ടിൽ പ്രത്യേകിച്ച് അധികം കണ്ടന്റുകൾ ഇപ്പോൾ നിലവിൽ വരാറില്ല. അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് സംസാരിക്കുന്നതോ അവർ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ മാത്രമേ നിലവിൽ ഇപ്പോൾ വരാറുള്ളൂ. അതല്ലാതെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ അതൊരു ഫൈറ്റിലേക്ക് പോകുന്നു അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു രീതിയിലുള്ള കണ്ടന്റും അധികം വരാറില്ല. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.